നമസ്കാരം. 3 പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒടുവിൽ കരയിപ്പിച്ച് സലീം കുമാർ മടങ്ങുകയാണ്. ഹാസ്യത്തിൽ പടുത്തുയർത്തിയ ജീവിതം, മെമിക്രി കലാകാരനിൽ നിന്നും ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ എത്തിയ ആ പ്രയാണം. സലീം കുമാറിന്റെ കോമഡി ഡയലോഗുകൾ ഒരു തവണയെങ്കിലും പറയാത്ത മലയാളികളുണ്ടാകില്ല. ഹാസ്യനടൻ എന്ന ഇമേജിൽ കുടുങ്ങിക്കിടക്കാതെ തന്നെ മികച്ച ഹാസ്യനടനും മികച്ച സ്വഭാവ നടനും ഒരേ സമയം പ്രേക്ഷകനെ വിസ്മയിപ്പിച്ചു എന്നതാണ് സലീം കുമാറിന്റെ ഒരു പ്രത്യേകത. ചിരിയിൽ പൊതിഞ്ഞ് പല അപ്രിയ സത്യങ്ങളും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ചിലർക്ക് അത് രസിച്ചു, ചിലതൊക്കെ വിവാദവുമായി. പക്ഷേ തൻ്റെ നിലപാട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു സലീം കുമാർ. പേര് കേട്ട് ജാതി അറിയാതിരിക്കാനാണ് സലീം കുമാർ എന്ന പേര് പോലും. അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയാണ് സംസ്കാരം. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു. നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. 3 പതിറ്റാണ്ട് മലയാളിയെ ചിരിപ്പിച്ച് ജനപ്രിയ താരം സലീം കുമാർ മടങ്ങി. അന്ത്യം രാത്രി 10:45 കൊച്ചി അമൃത ആശുപത്രിയിൽ. ന്യൂമോണിയ ബാധയ്ക്ക് പിന്നാലെ ഹൃദയാഘാതവും ഉണ്ടായി. രാവിലെ 9 മണി മുതൽ 1 മണി വരെ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം 3 മണിക്ക് വീട്ടുവളപ്പിൽ. നഷ്ടപ്പെട്ടത് കൂടപ്പിറപ്പിനെ എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിയോഗം നികത്താനാകാത്ത നഷ്ടമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരാ സങ്കടമെന്ന് മമ്മൂട്ടി. ഗാർഹിക LPGക്ക് വില കൂട്ടി. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപ കൂടി 951 രൂപയിലെത്തി. 3 മാസത്തിനിടെ ഗാർഹിക സിലിണ്ടറിന്റെ വില വർധനവ് 2ാം തവണ. പത്തനംതിട്ട കലഞ്ഞൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് ശിവകാശി സ്വദേശികൾ. ലോറി തലകീഴായി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ യെല്ലോ അലേർട്ട്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് തുടരുന്നു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും സത്സംഗവും. അമ്മയുടെ ദർശനം ഇന്നും തുടരും. അമ്മയെ ആദരിക്കാൻ വിശിഷ്ട വ്യക്തികൾ ബ്രഹ്മസ്ഥാനത്തേക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ഫൈനൽ ഇന്ന്. ജർമ്മൻ 2ാം സീഡ് അലക്സാണ്ടർ സ്വരേവും ഇറ്റാലിയൻ 10ാം സീഡ് ഫ്ലാവിയോ കൊമ്പോളിയും ഏറ്റുമുട്ടും. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ബ്രസീലിന് ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-1. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് പ്രിയപ്പെട്ട നടൻ സലീം കുമാർ വിട പറയുകയാണ്. രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തും. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സലീം കുമാറിൻ്റെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത്. പലരും അതിൽ സങ്കടവും അത്ഭുതവും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉണ്ടാവുക? ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ സലീം കുമാറിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഉള്ളത്. 8 മണിക്ക് ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നേരെ പറവൂർക്കാണ് പോവുക. പറവൂർ ടൗൺ ഹാളിൽ 9 മണിക്ക് പൊതുദർശനം ആരംഭിക്കും. 1 മണിവരെ പൊതുദർശനം അവിടെ ഉണ്ടാകുന്നതിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നീട് വൈകിട്ട് സംസ്കാരം ഉണ്ടാകും. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അസുഖബാധിതനായ ചികിത്സയിലേക്കായിരുന്നു. പിന്നീട് ഇതൊരു തിരിച്ചുവരവിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം തന്നെ വിവിധ രാഷ്ട്രീയ നിലപാടുകൾ, കൃത്യമായ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സജീവമായതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മലയാളികൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആ തിരിച്ചുവരവിനെ ആഘോഷമാക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നെയാണ് വളരെ പെട്ടെന്ന് വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മോശമാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. തുടർന്ന് പിന്നീട് അത് മരണത്തിലേക്ക് എത്തുകയായിരുന്നു. വലിയ വിയോഗം തന്നെ, വലിയ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തുടക്കമെന്ന് പറയുന്നത് മിമിക്രി കലാകാരനായി തുടങ്ങുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട്
സിനിമയുടെ തുടക്കം, സിനിമയിൽ വരുമ്പോഴും അത് മിമിക്രി അതായത് ഹാസ്യ കലാകാരൻ എന്ന നിലയിലേക്ക് വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളിലേക്ക് മാത്രം കാര്യങ്ങൾ മാറുന്നു. അവിടെ നിന്നിങ്ങോട്ട് നമുക്കറിയാം ഗ്രാമഫോണിലേക്ക് തന്നെ ആ ഒരു കഥാപാത്രമൊക്കെ തന്നെയാണ് പിന്നീട് സലീം കുമാർ എന്ന നടനെ മലയാളികൾക്ക് മാറ്റുകൂട്ടുന്നൊരു നടനായി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പിന്നീട് ദേശീയ പുരസ്കാരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഒരു വളർച്ചയുടെ വലിയ പടവുകൾ തന്നെയുണ്ട്. നേരത്തെ മായ സൂചിപ്പിച്ച പോലെ സലീം കുമാർ എന്ന് പറയുന്ന ആ പേര് പോലും അങ്ങനെയാണ്. സലീം എന്ന പറയുന്ന പേരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വരുന്ന പേര്. ആ പേര് സലീം എന്ന പേര് അദ്ദേഹം ഇടുന്നത് പോലും, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇടുന്നത് പോലും ഒരു തരത്തിലും തൻ്റെ മകൻ്റെ മതം ആരും അറിയരുത് എന്നുള്ളതാണ്. അത് അതായത് പേരിലൂടെ മതം അറിയേണ്ട എന്ന നിലപാടിൻ്റെ ഭാഗമായാണ് സലീം എന്നിട്ടത്. പിന്നീട് സ്കൂളിൽ ചേർക്കുമ്പോൾ ആ പേരിനൊപ്പം അതേ പേരിനൊപ്പം കുമാർ എന്ന് ചേർക്കുന്നത് അധ്യാപകരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് സലീം എന്നുള്ളത് സലീം കുമാറായി മാറുന്നത്. അവിടെ നിന്നിങ്ങോട്ട് മഹാരാജാസിലെ വിദ്യാഭ്യാസ കാലം, സ്കൂൾ മഹാരാജാസിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് ആ സമയത്താണ് കൊച്ചി കലാഭവനിലേക്ക് എത്തുന്നത്, കൊച്ചിൻ സാഗര. അങ്ങനെ 2-3 മിമിക്രി ട്രൂപ്പുകളിൽ അദ്ദേഹം തൻ്റെ അഭിനയ തുടക്കം കുറിക്കുകയാണ്, അഭിനയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അവിടെ നിന്നിങ്ങോട്ട് സിനിമയിലേക്ക് എത്തുന്നു. ആ സിനിമയിൽ തന്നെ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ ആ സിനിമയിൽ അദ്ദേഹം 9 ദിവസത്തോളം അഭിനയിച്ചു. അതിൻ്റെ ഏറ്റവും നിർണായക ഒരു ഘട്ടത്തിൽ, അതായത് വളരെയധികം സീനുകൾ ഉണ്ടായിരുന്ന സിനിമയാണ്. സിബി മേലൻ്റെ ചിത്രമായിരുന്നു. ആ ചിത്രത്തിൽ അവസാനമാകുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ആ ചിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അഭിനയിക്കാൻ കഴിയാവുന്ന ഒപ്പം അഭിനയിക്കുന്നത് തിലകനായിരുന്നു. പക്ഷേ തിലകൻ ഉൾപ്പെടെയുള്ളവർ പിന്നീട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന വളരെ വേദനയോടുകൂടി സലീം കുമാർ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ആ സിനിമയിൽ പിന്നീട് അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവിടെ നിന്ന് അതായത് ഈ സിനിമ അഭിനയം അവസാനിപ്പിച്ച ആ സമയത്ത് സിനിമാ സെറ്റിൽ നിന്ന് ഇറങ്ങിയ സലീം കുമാർ തിരിച്ചു പോകാൻ വണ്ടിക്ക് പൈസ പോലും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരുന്നൊരു സമയമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് സലീം കുമാറിന് പിന്നീട് അതിന് പണം നൽകിയതെന്നൊക്കെ തന്നെ സലീം കുമാർ പറയുന്നു. അവിടെ ആ ഒരു തിരിച്ചറിവുകൾ, അതിനുശേഷം അദ്ദേഹം പിന്നീടുള്ള യാത്രകൾ, ആ ജൈത്രയാത്ര ഒരു പക്ഷേ ഒരു വിസ്മരിപ്പിക്കുന്ന യാത്രയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒട്ടനവധിയായ മലയാള ചലച്ചിത്രങ്ങൾ, അതിലേറ്റവും ഹൃദ്യമായും ഒപ്പം തന്നെ മനുഷ്യനെ ഏത് സങ്കട സമയത്തും നമ്മളെയൊക്കെ തന്നെ സരസമായി ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത കഥാപാത്രങ്ങളുണ്ട്. അതിൽ പലപ്പോഴും ഒരു സിനിമയിൽ തന്നെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ വളരെ ആ സിനിമയുടെ തന്തു എന്ന തരത്തിൽ തന്നെ കൃത്യമായൊരു ഹാസ്യ വ്യക്തിത്വം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് അതിൻ്റെ ഏറ്റവും സുപ്രധാന ഒരു ഘട്ടത്തിലേക്ക്, സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ കഥാപാത്രം തന്നെ മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ചിരിപ്പിക്കുകയും ഒരേ സിനിമയിൽ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു കഥാപാത്രം എന്ന നിലയിൽ തന്നെയാണ് സലീം കുമാറിനെ എല്ലാവരും ഓർത്തെടുക്കുക. അങ്ങനെ തന്നെ അതിനുശേഷം ഇങ്ങോട്ട്, അതായത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലയാളികളോട് പലപ്പോഴും മലയാളികൾ തങ്ങളുടെ ട്രോളുകളിലും അല്ലെങ്കിൽ തങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സുകളിലൊക്കെ പറയുന്ന തമാശകളിലൊക്കെ തന്നെ സലീം കുമാറിൻ്റെ ഡയലോഗുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചപ്പോൾ അവിടെ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷേ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്നതൊക്കെ തന്നെ സലീം കുമാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡയലോഗുകളാണ്. അങ്ങനെ അത് ഒരുപക്ഷെ സംവിധായകനോ അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തൊക്കെ കൊടുത്ത ഡയലോഗ്, പക്ഷേ അതിൽ സലീം കുമാറിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഹാസ്യ നടന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഹാസ്യ താരങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇത് അവർ ചെയ്യുന്നത് സ്വാഭാവികമായും ജനങ്ങൾ വലിയ തരത്തിൽ ഏറ്റെടുക്കുകയും അതിനോടൊപ്പം ചിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ സിനിമയെക്കുറിച്ച് ഉള്ളതിനേക്കാൾ ഒരു പക്ഷേ അതിൽ വന്ന ഡയലോഗുകൾ, ആ താരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തെടുക്കുകയും അങ്ങനെ മലയാളികളുടെ മനസ്സിലേക്ക് താൻ പറഞ്ഞ ഹാസ്യ ഡയലോഗുകൾ കൊണ്ട് വലിയ തരത്തിൽ യാത്ര ചെയ്ത ഒരു മഹാമനുഷ്യനാണ് ചേതനയേറ്റ നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പ്രശാന്തെ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ജഗദീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജഗദീഷ്, സലീം കുമാറുമായി ഒത്തുള്ള ആ ഒരു അഭിനയ നിമിഷങ്ങളുമൊക്കെ ഓർത്തെടുക്കുന്നുണ്ടാകും. എങ്ങനെ ഓർക്കുന്നു ഇപ്പോൾ ആ പ്രിയപ്പെട്ട നടനെ, നിങ്ങളുടെ കൂട്ടുകാരനെ? സലീം കുമാർ അടുത്ത സുഹൃത്താണ്. കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വളരെയധികം അറിവുള്ള, വളരെയധികം പഠനം എപ്പോഴും നടത്താറുള്ള ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം ഈ എന്താ പറയാ, ചിരിപ്പിക്കുന്ന വേഷങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ നാഷണൽ അവാർഡ് വരെ ലഭിക്കത്തക്ക രീതിയിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരേ മികവോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രാഗൽഭ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ എന്ത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു, അത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടായിരുന്നു.
ആര് എന്ത് പറയും, ആർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. എല്ലാ കാലത്തും തന്റെ നിലപാടുകൾ ഉറച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമാണ്, സലീമിനോട് ഏറെ ബഹുമാനമാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്ന സലീം, ഹാസ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ എത്രത്തോളം ചിരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ചിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതാണ് സലീമിന്റെ പ്രത്യേകത. അപ്പോൾ സലീം കുമാർ എന്ന് പറയുന്ന ഒരു കലാകാരൻ മലയാള സിനിമ എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപാട് വായിച്ചിട്ടുള്ള, ഒരുപാട് അറിവുകളുള്ള, സാഹിത്യവുമായി ഏറെ ബന്ധമുള്ള, കലയെക്കുറിച്ച് നിരന്തരം പഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു അതുല്യ കലാകാരൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ മലയാള സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുക. ഈ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ വന്ന നടന്മാരൊക്കെ പലപ്പോഴും ഈ ഒരു പല ലേബലുകളിൽ ഒതുങ്ങിപ്പോകും, ഈ ഹാസ്യ കഥാപാത്രം എന്നുള്ള. പക്ഷേ സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആദാമിൻ്റെ മകൻ അബു ആയാലും, അച്ഛനുറങ്ങാത്ത വീട്ടിലുള്ള സാമുവൽ എന്ന കഥാപാത്രമായാലും ഒക്കെ അത്രമേൽ നമ്മളെ കരയിപ്പിച്ച ഒരു കഥാപാത്രമാണ്. സലീം കുമാർ അത്രമേൽ ആഴത്തിലിറങ്ങി അഭിനയിച്ച ഒരു കഥാപാത്രമായിരുന്നു ഇത് രണ്ടും. പല ഹാസ്യകലാകാരന്മാർക്കും ഒന്നും കിട്ടാത്തൊരു വേഷം സലീം കുമാറിന് കിട്ടി എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണല്ലേ? തീർച്ചയായിട്ടും. ഈ ആദാമിന്റെ മകൻ അബു എന്ന കഥാപാത്രം അതിന് ഓഫർ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച്, ആ കഥാപാത്രത്തെക്കുറിച്ചും അത് അവതരിപ്പിക്കാൻ പോകുന്ന രീതികളെക്കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ട പ്രത്യേക ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും, ആ കഥാപാത്രത്തിന്റെ സൂക്ഷ്മാംശങ്ങളൊക്കെ മനസ്സിലാക്കി, ആ സാഹചര്യം, ഹജ്ജിന് പോകുന്നതിന്റെയൊക്കെ ആ കാര്യങ്ങളും വിവരങ്ങളെല്ലാം തന്നെ സംവിധായകൻ സലീം അഹമ്മദുമായി ദീർഘമായ ചർച്ചകൾ, ഞാനുള്ള ഒരു സെറ്റില് സലീം അഹമ്മദ് വന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഭിനയത്തെ അത്രത്തോളം ഗൗരവത്തോടെ, ഇപ്പൊ സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് അത്രത്തോളം ഗൗരവം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഠനം, ആ ക്യാരക്ടർ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ വാർത്ത് എടുത്ത് അത് സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിജയം കൂടിയാണ് ഈ ചിത്രങ്ങൾക്ക് ലഭിച്ച ഈ അവാർഡുകൾ. അപ്പൊ നാഷണൽ അവാർഡ് ഡിസേർവിംഗ് ആണ്. എന്തുകൊണ്ട് ഡിസേർവിംഗ് ആയിരുന്നു? ആ സമയത്ത് ജൂറിയൊക്കെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവർക്ക് അടുത്ത കാലത്തെങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് അച്ഛൻ ഉറങ്ങാത്ത വീടിന്റെയും കാര്യം. ഒരു അച്ഛന്റെ കർമ്മസങ്കടം, വേദന, വിഷമം ഒക്കെ മനോഹരമായി അഭ്രപാളികളിൽ അവതരിപ്പിച്ച ഒരു നടനാണ് സലീം. വളരെയധികം നന്ദി ശ്രീ ജഗദീഷ്, ഈ വേളയിൽ നമ്മോട് പ്രതികരിച്ചതിന്. എന്തായാലും സംസ്കാരം വൈകിട്ട് 3 മണിയോടെ വീട്ടുവളപ്പിലായിരിക്കും ഉണ്ടാവുക. അല്പസമയത്തിനകം മൃതദേഹം കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കെ പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഈ ജഗദീഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരോടും എന്തും പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ആർക്കത് വിഷമമാകുമോ എന്നൊന്നും അദ്ദേഹം ചിന്തിക്കാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എന്താണോ നിലപാട് അത് എപ്പോഴും അദ്ദേഹം അത് പറയുമായിരുന്നു. അത് പലപ്പോഴും അത് വിവാദമൊക്കെ ആയിട്ടുള്ളതാണ്. നേരത്തെ തന്നെ പിണറായി വിജയനെ കുറിച്ചുള്ളൊരു പരാമർശം, അങ്ങനെ പല ഒരു ഉദാഹരണങ്ങൾ നമുക്ക് പലതുമുണ്ട്. അത്തരത്തിൽ എന്തും വെട്ടിത്തുറന്നു പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു സലീം കുമാർ. പലരും ഈ രാഷ്ട്രീയമൊക്കെ പറയാൻ മടിക്കുന്ന ഒരു വേളയിലൊക്കെ ഈ സലീം കുമാർ അത് പറഞ്ഞിട്ടുണ്ട്. പല കലാകാരന്മാരൊക്കെ ഇടതുപക്ഷ ആഭിമുഖ്യമൊക്കെ പുലർത്തുമ്പോൾ സലീം കുമാർ താൻ കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലായിടത്തും ആദ്യമേ തന്നെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ സലീം കുമാർ എന്നൊരു വ്യക്തിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം അല്ലെങ്കിൽ സാംസ്കാരിക മേഖല എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ ചായ്വ് പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കുറേ കാലത്തോളം. ഇപ്പോഴും ആ ഒരു രീതിയിലൊക്കെ തന്നെ ഒരു വിഭാഗം നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കിടയിലേക്ക് താനൊരു കോൺഗ്രസ്സുകാരനാണ്, വലതുപക്ഷ മനസ്സുള്ളവരാണ്, ആ ഇടതുപക്ഷം എന്നൊരു സാംസ്കാരിക സംവിധാനം കേരളത്തിലില്ല. അതായത് ആ സാംസ്കാരിക മനസ്സുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്, സിനിമാ മേഖലയിലുള്ളവർക്കുണ്ട്. അത് പറയാൻ മടി കാണിക്കരുത് എന്നൊരു നിലപാട് വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത് തന്നെയാണ് സലീം കുമാറിനെ വ്യത്യസ്തനാക്കിയത്. നേരത്തെ മായ പറഞ്ഞ പോലെ താൻ കോൺഗ്രസ്സുകാരനാണെന്ന് അദ്ദേഹം എല്ലാ വേദികളിലും പറയുമായിരുന്നു. എല്ലാ വേദികളിലും പറയുന്നത് മാത്രമല്ല, അത്തരം വേദികളിൽ അദ്ദേഹം എത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. അതോടൊപ്പം തന്നെ ഒന്നുണ്ട്, അതായത് ഇത്തരം വേദികളിൽ എത്തുമ്പോൾ കോൺഗ്രസ്സുകാരനായെന്ന് പറയുമ്പോഴും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും അധികാരമുള്ളപ്പോഴും കോൺഗ്രസിനെ
കോൺഗ്രസിന്റെ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗമായി സലിംകുമാർ നിന്നിരുന്നില്ല എന്നുള്ളതാണ്. അതപ്പോഴും താനൊരു രാഷ്ട്രീയ നേതാവല്ല, സിനിമാക്കാരനായി മാത്രം നിൽക്കുകയാണ്. പക്ഷേ തനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പറയാനുള്ളതൊക്കെ കൃത്യമായി പറയും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച ഒരു പ്രധാന സാംസ്കാരിക സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ച പ്രധാന നേതാവ് ഒരാൾ കൂടിയായിരുന്നു സലിംകുമാർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പും അദ്ദേഹം മുന്നോട്ട് വെച്ച നിലപാടുകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച വാക്കുകളൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പറവൂരിനെ സംബന്ധിച്ച വി ഡി സതീശനുമായി ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സലിംകുമാർ. അതുകൊണ്ട് തന്നെ വി ഡി സതീശന് തീരാനഷ്ടമെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. വി ഡി സതീശന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും തെരഞ്ഞെടുപ്പ് ഓഫീസുകളും ഒക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് സലിംകുമാർ ആയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അങ്ങനെ കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം പുലർത്തുമ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് ഒരു ഘട്ടത്തിലും സലിംകുമാർ എത്തിയിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് മറ്റേതെങ്കിലും പദവികൾ നേടുന്നതൊക്കെ നമ്മൾ കാണുമ്പോഴും സലിംകുമാർ അവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. സിനിമയാണ് തൻ്റെ ജീവിതം, പക്ഷേ തനിക്കൊരു നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഉറക്കെ പറയാൻ കാണിച്ച ഒരു മനസ്സുകൂടി ഉണ്ടായിരുന്നു സലിംകുമാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സിനിമയിലായാലും സിനിമയ്ക്ക് പുറത്താണെങ്കിലും സലിംകുമാർ എന്ന് പറയുന്നത് രണ്ടായിരുന്നില്ല, ഒന്നായിരുന്നു. കാരണം അഭിനയിക്കാൻ അദ്ദേഹത്തിന് സിനിമയിൽ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ജീവിതത്തിൽ സലിംകുമാർ അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ മുഷിച്ചിലുണ്ടാകുകയോ വൈഷമ്യമുണ്ടാകുകയോ ചെയ്യുമെന്ന് പറഞ്ഞ് പറയാൻ മടിക്കുന്ന ആളുകൾ പറഞ്ഞു. അത് മാത്രമല്ല, പലപ്പോഴും സിനിമാ താരങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരെ പിണക്കാതെ പരമാവധി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും. അതിനവർ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ അപ്പോഴും അത്തരം കാര്യങ്ങളിലേക്കാൾ അപ്പുറം തൻ്റെ നിലപാടുകൾ തുറന്നു പറയുക, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറായ ഒരു വ്യക്തി കൂടിയാണ് സലിംകുമാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ മലയാള സിനിമാ ലോകത്ത് തൻ്റേതായ, അതായത് അഭിനയത്തിൽ മാത്രമല്ല നിലപാടുകളിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇന്നിപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് ഒപ്പം തന്നെ നമ്മളോട് എല്ലാവരോടും വിട പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സിനിമയെ സംബന്ധിച്ച് തീരാത്ത നഷ്ടം തന്നെയാണ്. കാരണം സിനിമ ഇങ്ങനെ സ്വന്തമായി, അതായത് സലിംകുമാർ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കേട്ട് പതിഞ്ഞ് നമ്മൾ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഡയലോഗുകളും സംഭാഷണ ഭാഗങ്ങളും ഒക്കെ തന്നെ സ്വന്തമായി വരുന്നതാണ്. ഇതാണ് സന്ദർഭം എന്ന് പറയുന്നത്. ഒരുപക്ഷെ സ്ക്രിപ്റ്റിലില്ലാത്ത, അതിൽ തന്നെ പറയാത്ത, സംവിധായകനോ തിരക്കഥാകൃത്തിൻ്റെയോ കൈവശമില്ലാത്ത പല വാക്കുകളും പുറത്തേക്ക് വന്നതൊക്കെ നമ്മൾ കണ്ടു. കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകളിലൊക്കെ സലിംകുമാറിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ കേട്ടപ്പോൾ പിന്നീട് അഭിമുഖത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ആ സ്ക്രിപ്റ്റിൽ, അത് ആ സംവിധായകർ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്, അതൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇങ്ങനെ ചെയ്താൽ മതിയാകുമെന്ന് സലിംകുമാർ. അതായത് എന്താണ് സന്ദർഭത്തിനനുസരിച്ച് തൻ്റെ ഹാസ്യ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ മുന്നോട്ട് വയ്ക്കാനും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു തരത്തിലും മറ്റൊരാളെ വിഷമിപ്പിക്കാതെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കാര്യത്തിൽ സലിംകുമാർ തൻ്റെ ഹാസ്യ കലാമേഖലയോട് 101% നീതി പുലർത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പലപ്പോഴും ഒരുപക്ഷെ ഇന്നത്തെ ഹാസ്യ സംവിധാനങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും സമൂഹത്തിന് അല്ലെങ്കിൽ നമുക്കൊക്കെ വ്യക്തിപരമായി യോജിക്കാത്ത പലതും കയറി വരാറുണ്ട്. അപ്പോഴും സലിംകുമാർ എന്ന് പറയുന്ന നടൻ വ്യത്യസ്തമായി നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഓരോ സിനിമ, മീശമാധവനിലാണെങ്കിലും അങ്ങനെ ഓരോ സിനിമകൾ എടുത്തു പറയണം, ആ സിനിമകളിലൊക്കെ തന്നെ തൻ്റേതായ ഒരു വ്യക്തി മുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വലിയൊരു മാറ്റമാണ് സലിംകുമാർ എന്ന നടനിലുണ്ടാകുന്നത് എന്നുള്ളത് കൂടി എടുത്തു വേണം. ആദാബിൻ്റെ മകൻ അബുവായാലും കൊള്ളാം. അങ്ങനെ ഓരോ സിനിമകൾ ഇങ്ങോട്ട് വരുമ്പോഴും ആ സിനിമകളിലൊക്കെ എടുക്കുന്ന സലിംകുമാർ എന്ന് പറയുന്നത് വേറെ ഒരു തരത്തിലും, ഒരു പക്ഷേ ഇദ്ദേഹം തന്നെയാണോ കല്യാണരാമനിലെ തമാശ പറഞ്ഞ അതേ സലിംകുമാർ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും ആ ഡയലോഗുകൾ പറയുന്ന രീതിയുമെല്ലാം അങ്ങനെ മലയാളിയെ ഞെട്ടിക്കുകയും ഒക്കെ ചെയ്താണ്. ആ അത്ഭുതത്തിനാണ് രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ ബഹുമതികളൊക്കെ തന്നെ നൽകി, ദേശീയ പുരസ്കാരങ്ങളൊക്കെ തന്നെ നൽകി, സംസ്ഥാനത്തും ഏറ്റവും നല്ല പുരസ്കാരങ്ങൾ, മികച്ച നട പുരസ്കാരമൊക്കെ നൽകി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹം ഈ ചെയ്തത് ഒരുപക്ഷെ തമാശകൾക്കപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരികയാണ് എന്നുള്ളത് തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ വളരെ അപൂർവം ചലച്ചിത്ര താരങ്ങൾ മാത്രമാണ് അത്തരമൊരു ഘട്ടത്തിലേക്ക് മാറുക. അതായത് ഒരു ഹാസ്യം വന്നു കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് സീരിയസ് റോളുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും അങ്ങനെ ഒരു തരത്തിൽ, വലിയ തരത്തിൽ ഈ സിനിമാ മേഖലയ്ക്ക് തനിക്ക് ഈ ഹാസ്യം മാത്രമല്ല നൽകാൻ കഴിയുന്നത്, അതിനപ്പുറത്തേക്കുള്ള കഴിവുകളുണ്ട്. അതെല്ലാം താൻ പുറത്തേക്ക് എടുക്കുകയാണ് എന്നുള്ള
എന്നുള്ളത് പറഞ്ഞു. ചലച്ചിത്ര രംഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അതേ ഹാസ്യ സംവിധാനങ്ങൾ ഒരുപക്ഷെ പൊതുവേദികളിൽ ഉപയോഗിക്കാൻ സലീംകുമാർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ജീവിതം, ഒരുപക്ഷെ ദുശീലങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റ് ആളുകളുമായി ഇടപഴകി പോകുന്ന സമയത്താണ് മരണം അദ്ദേഹത്തെ കീഴടക്കിയത്. വലിയ നഷ്ടമാണ് മലയാള സിനിമാ ലോകത്തിന്, സാംസ്കാരിക കേരളത്തിന്. ഒരുപക്ഷെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടി ഒരു വലിയ നഷ്ടമായി മാറുകയാണ് സലീംകുമാറിന്റെ വിയോഗം. ശരി, അത് തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയാണ്. പക്ഷേ ഈ മലയാളികളും മലയാള സിനിമകളും ഉള്ളിടത്തോളം കാലം സലീംകുമാർ എന്ന ആ പേരും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ടേയിരിക്കും. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മലയാളികളെ ആകെ പൊട്ടിച്ചിരിപ്പിച്ച അതുല്യ നടന്മാരിൽ ഒരാളാണ് സലീംകുമാർ. നർമ്മത്തിനൊപ്പം സീരിയസ് വേഷവും തനിക്ക് കൈവഴങ്ങുമെന്ന് ദേശീയ പുരസ്കാരത്തിലൂടെ തെളിയിച്ച പ്രതിഭ. മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള സലീംകുമാറിന്റെ വിയോഗം വെള്ളിത്തിരയിലെ തീരാ നഷ്ടമാണ്. എന്റെ രക്തത്തിൽ പറഞ്ഞ ഒരു അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ മാറിക്കളഞ്ഞു. കാരണം ഇനി ഇയാളിലുള്ള ഏറ്റവും നിന്ന് കഴിഞ്ഞു, ഇനി ഇറക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രക്തബന്ധങ്ങൾ പോലും അകന്നു നിന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒരു വാക്കില്ലായിരുന്നെങ്കിൽ, മോനെ എനിക്ക് തിരിച്ചു വേണമെന്ന ആ രണ്ട് വാചകങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് കാണുന്ന, ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന സലീംകുമാറും ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. മലയാള സിനിമാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുതുമയുള്ള നീണ്ട ചിരിയുമായി വന്ന കലാകാരനാണ് സലീംകുമാർ. ആ ചിരി കണ്ടാലും കേട്ടാലും മതി, ഏത് പിരിമുറുക്കവും മാറുമെന്നതാണ് സത്യം. ചെറുവേഷങ്ങളിലൂടെ തുടക്കമിട്ട സലീംകുമാർ പതിയെ മലയാളത്തിലെ ഹാസ്യചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായി മാറി. കഥയ്ക്കനുസരിച്ച് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കലാകാരനാണ് സലീംകുമാർ. ഇടയ്ക്ക് തമാശ വിട്ട് സീരിയസ് ആയി, മലയാളം വിട്ട് അന്യഭാഷാ ചിത്രങ്ങളുടെയും ഭാഗമായി, സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്തി, ഇടയ്ക്ക് സംവിധായകനുമായി. അങ്ങനെ സലീംകുമാർ എന്ന നടൻ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും ഇടപെട്ടിരുന്ന സലീംകുമാർ നിലപാടുകളുടെ രാജകുമാരനായിരുന്നു. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി.ഡി. സതീശൻ. അനുഭവങ്ങളിലൂടെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ മികവ് കാട്ടിയ കലാകാരനാണ് സലീംകുമാർ. മിമിക്രിയിലൂടെയായിരുന്നു സലീംകുമാറിന്റെ കലാരംഗത്തേക്കുള്ള പ്രവേശം. ആദ്യ വേദി ഒരുക്കിയത് കൊച്ചിൻ കലാഭവനായിരുന്നു. ഇടയ്ക്ക് ടെലിവിഷൻ ഹാസ്യ പരിപാടികളിലും സലീം പങ്കാളിയായി. 4 വർഷത്തോളം കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പായ ആരതി തിയേറ്റേഴ്സും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. സിദ്ദിഖ് ഷമീറിന്റെ സംവിധാനത്തിൽ 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രമാണ് ആദ്യ സിനിമ. പിന്നീട് ചെറിയ വേഷങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ. 2000 വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകരായ റാഫി മെക്കാർട്ടിൻ ടീം സലീമിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലീംകുമാറിന്റെ സമയം തെളിയുകയായിരുന്നു. പിന്നീടങ്ങോട്ട് ദിലീപ്, ഹരിശ്രീ അശോകൻ, സലീംകുമാർ ടീം എപ്പോഴെല്ലാം സ്ക്രീനിൽ ഒന്നിച്ചോ അപ്പോഴെല്ലാം തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചു. മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ ആശാൻ, തിളക്കത്തിലെ ഓമനക്കുട്ടൻ എന്നിവ അതിൽ ചിലതു മാത്രമാണ്. കോമഡി ചെയ്ത് വിജയിക്കുന്നവർക്ക് സീരിയസ് വേഷങ്ങൾ എളുപ്പത്തിൽ വഴങ്ങുമെന്നതാണ് ശ്രദ്ധേയം. 2004 കമലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ പെരുമഴക്കാലത്തിലായിരുന്നു സലീംകുമാർ എന്ന നടന്റെ മറ്റൊരു മുഖം പ്രേക്ഷകർ കണ്ടത്. 2005 ബാബു ജനാർദ്ദന്റെ തിരക്കഥയിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ സാമുവലിന്റെ വേദന അതേ തീവ്രതയോടെ പ്രേക്ഷകരും അനുഭവിച്ചു. 2010 പുറത്തിറങ്ങിയ ആദാമിന്റെ മകൻ അബുവിലൂടെ വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർക്കാനാവുമെന്ന് വീണ്ടും സലീംകുമാർ തെളിയിച്ചു. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ലോനപ്പൻ ആദ്യം ചിരിപ്പിക്കുകയും പിന്നീട് കരയിപ്പിക്കുകയും ചെയ്തു. ദീപു കരുണാകരന്റെ ഫയർമാനിലെ നരേന്ദ്രൻ ആചാര്യാകട്ടെ അല്പം ദുരൂഹത നിറഞ്ഞ കഥാപാത്രവുമായി. അതിനിടെ ധനുഷിനൊപ്പം തമിഴിൽ മാരിയനിലും സലീംകുമാർ വേഷമിട്ടു. 2005 സലീംകുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച 2ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീംകുമാർ സ്വന്തമാക്കി. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും
അദ്ദേഹം സ്വന്തമാക്കി. 2017 പുറത്തുവന്ന ആദ്യ സംവിധാന സംരംഭമായ കറുത്ത ജൂതൻ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും അർഹമായി. 2018 ജയറാമിനെ നായകനാക്കി ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്ന ചിത്രവും സലിംകുമാർ സംവിധാനം ചെയ്തു. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും ഇളയ മകനായി 1969 ഒക്ടോബർ 10 ജനനം. സലീം എന്ന പേരിട്ടത് മാതാപിതാക്കളാണെങ്കിലും കുമാർ എന്ന് ചേർത്തത് അധ്യാപകരാണെന്നും സലീംകുമാർ തന്നെ നർമ്മം കലർത്തി മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പൊതുവേദികളിലായാലും സെറ്റുകളിലായാലും സൗഹൃദങ്ങളിലായാലും നർമ്മം കലർത്തിയ സംഭാഷണങ്ങളാണ് സലീംകുമാറിന്റെ ശൈലി. കാണുമ്പോൾ ഗൗരവം തോന്നുമെങ്കിലും അടുക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ ഇടപെടലുകളാണ് സലീംകുമാറിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടവനാക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സലീംകുമാർ തനിക്ക് വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, മറിച്ച് കൂടെപ്പിറപ്പെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വടക്കൻ പറവൂരിന്റെ അഭിമാനമായിരുന്നു സലീംകുമാർ. എന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചലച്ചിത്ര മേഖലയിലെ പലരും നിലപാട് പറയാൻ മടിച്ചു നിന്നപ്പോഴും ഒന്നും ആഗ്രഹിക്കാതെ കോൺഗ്രസ് രാഷ്ട്രീയം പൊതുവേദികളിൽ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായെന്നും സതീശൻ അനുസ്മരിച്ചു. സന്തോഷം നിറഞ്ഞ ആ മുഖം മാത്രമാണ് മനസ്സിൽ, മറക്കാനാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മിമിക്രി കലാകാരനിൽ നിന്നും ഹാസ്യനടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരും. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. കോന്നി കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ യാത്രികരായ 2 പേർ മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. കണ്ണൻദേവ് ഉണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? മഴ പുലർച്ചെ 2:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. സ്ഥിരം അപകടമേഖലയായ പുനലൂർ മൂവാറ്റുപുഴ പാതയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. കോന്നി കലഞ്ഞൂർ പള്ളിമുക്കിന് സമീപത്ത് വെച്ച് ഇവർ ഈ കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കാറിലും ലോറിയിലും ഉണ്ടായിരുന്നത് തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട്ടിൽ നിന്നും ആലുവയിലെ വീട്ടിലേക്ക് ആലുവയിലെ ഈ കാറിലുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന അവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സംഭവ സ്ഥലത്ത് തന്നെ ഈ 2 പേർ മരിച്ചു. ബാക്കിയുള്ളവരെ മറ്റ് ആശുപത്രിയിലേക്ക് പുത്തനാപുരത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ഇപ്പോൾ പുനലൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും പ്രണവിന്റെ അച്ഛൻ സുന്ദർ രാജ്, അതുപോലെ ഇദ്ദേഹത്തിന്റെ മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. ഈ ജനനിയുടെ ഭർത്താവ് പ്രണവ്, അതുപോലെ സഹോദരൻ ശിവശങ്കർ എന്നിവരാണ് പരിക്കേറ്റിട്ടുള്ളത്. മാത്രമല്ല ലോറിയിൽ ഉണ്ടായിരുന്ന വെങ്കടേഷ്, വിനോദ് കുമാർ എന്നിവരും പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇവരെ പത്തനാപുരം ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുനലൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെയും നില ഗുരുതരമാണ്. ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ ഈ കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഈ അപകടത്തിന്റെ ആഘാതത്തിൽ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ ഈ വാഹനങ്ങളിൽ നിന്നും പുറത്തെടുത്തത്. എന്തായാലും ഇവരുടെ പരിക്ക് ഗുരുതരമാണ്. ഇതിനുശേഷം ഇന്ന് പുലർച്ചയോടെ ഉണ്ടായ ഈ അപകടത്തിൽ ഈ പരിക്കേറ്റ ഇവരെ എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മായ ശരി, എന്തായാലും സ്ഥിരം അപകടപാതയാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിക്കുന്ന ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ കൂടിയുണ്ട്. അവർ ചികിത്സയിലാണ്. കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് പാചകവാതക വില വീണ്ടും കൂട്ടിയിരിക്കുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിനാണ് 29 രൂപ വർദ്ധിപ്പിച്ചത്. പുതിയ നിരക്ക് പ്രകാരം 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് ഡൽഹിയിൽ 942 രൂപയും കേരളത്തിൽ 951 രൂപയുമാണ്. ജിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത്. നേരത്തെ തന്നെ ഗാർഹിക ആവശ്യത്തിനല്ലാതെ തന്നെ പാചകവാതക വില ഒക്കെ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കൂട്ടിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്, ഹോട്ടലുകൾ ഉൾപ്പെടെ വില കൂടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഗാർഹിക സിലിണ്ടറിന് കൂടി വില കൂട്ടിയിരിക്കുന്നു. രാജ്യത്ത് ഗാർഹിക പാചകവാതക വില 29 രൂപയാണ് നിലവിൽ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ചൂണ്ടിക്കാട്ടിയതുപോലെ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷമാണ് ഇത്തരത്തിൽ LPGയും ഒപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് പരിശോധിക്കുമ്പോൾ 14
2 കിലോയുള്ള സിലിണ്ടറിന് ഡൽഹിയിൽ 913 രൂപയുണ്ടായിരുന്നതാണ് 942 രൂപയായി വർദ്ധിച്ചത്. ഒപ്പം കേരളത്തിൽ 951 രൂപയ്ക്ക് മുകളിലേക്ക് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില പോയിട്ടുണ്ട്. ഈ ഒരു 3 മാസത്തിനിടെ 2ാം തവണയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 60 രൂപ ഈ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ ഒന്നിന് വർദ്ധിപ്പിച്ചിരുന്നു. ഒപ്പം വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 42 രൂപയാണ് ഈ മാസം തന്നെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം, ഒപ്പം ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി, ഇതാണ് ഇത്തരത്തിൽ LPG വില വർധനവിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും കാരണമാകുന്നത്. ഈ ഒരു സംഘർഷത്തിൽ അയവ് വന്നു കഴിഞ്ഞാൽ ഈ വിലക്കുറവിൽ ഈ വില വർദ്ധിക്കുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ളതും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നതും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നതും മറ്റ് അത്യാവശ്യ സാധനങ്ങൾക്കും ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്കും എല്ലാം തന്നെ വില വർധനവിന് കാരണമാകുന്നുണ്ട്. മായ, തീർച്ചയായും അത് തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിലവർധനവെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ്. അതിനിടയിൽ തന്നെ നേരത്തെ തന്നെ വിലവർധനവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും 29 രൂപയാണ് ഇപ്പോൾ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൽ കൂട്ടിയിരിക്കുന്നത്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് രാത്രി അവസാനിക്കും. 1 ലക്ഷത്തിലധികം അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചതിനാൽ പുനർമൂല്യനിർണ്ണയ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. നേരത്തെ പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയ അപേക്ഷയിലും ഉണ്ടായ വീഴ്ചകളെ തുടർന്ന് CBSE ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് കടുത്ത നടപടി വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിച്ചിരുന്നു. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാണെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം കോഴിക്കോടും കാസർഗോഡുമായി മഴക്കെടുതിയിൽ 4 മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മയുണ്ട് കോഴിക്കോട് നിന്നും. രേഷ്മ, കനത്ത മഴയാണ് ഈ മലബാർ മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലർട്ട് മാറിയിട്ടുണ്ടല്ലേ? തീർച്ചയായും അലേർട്ട് മാറിക്കഴിഞ്ഞു. ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് വടക്കൻ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു. തൽക്കാലത്തേക്ക് ആശ്വാസം എന്ന നിലയിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്നലെ കനത്ത മഴയായിരുന്നു ജില്ലയിൽ. കാസർഗോഡും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മഴക്കെടുതിയിൽ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് മതിലിടിഞ്ഞ് 2 കുട്ടികളും കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി പുഴയിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനുമാണ് മരിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിന്റെ ദുരിതവും ജനം അനുഭവിക്കുന്നുണ്ട്. മീൻചന്ത അതുപോലെ തന്നെ മാവൂർ റോഡ് മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴ തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴാണ് മഴയ്ക്കൊരു ശമനം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മഴയുടെ അലേർട്ടുകൾ നമുക്കറിയാം, നാളെ ഉൾപ്പെടെ യെല്ലോ അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഓറഞ്ചും 8ാം തീയതി വരെ ഓറഞ്ചാണ് വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചിട്ടില്ല. നമുക്കറിയാം, വിനോദ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇറങ്ങരുതെന്നും വെള്ളത്തിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മഴ കനത്താൽ ഈ റെഡ് അലേർട്ടിന് ഉൾപ്പെടെ ഇനിയും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPMന്റെ സംസ്ഥാന സമിതിക്ക് ഇന്ന് തുടക്കമാകും. തോൽവിയുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്തിട്ടുള്ള അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും. ഏരിയാതലം വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സമിതിക്ക് മുന്നിൽ വയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഉണ്ട്. അൺഫിലിറ്റ്, ഈ തോൽവിയുടെ കാരണങ്ങളിലൊക്കെ നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പിണറായി വിജയനും MV ഗോവിന്ദനുമൊക്കെ രൂക്ഷ വിമർശനമാണ്, വാർത്തകളൊക്കെ നമ്മൾ നൽകിയിട്ടുള്ളതുമാണ്. ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമിതി യോഗങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ഇന്നും നാളെയുമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുക. ഇതിൽ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടക്കുന്ന വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. മാത്രമല്ല, അതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ ഈ തോൽവി വിലയിരുത്തുന്നത് ഏറ്റവും താഴെത്തട്ട് വരെ അംഗങ്ങൾ വിലയിരുത്തട്ടെ, അതായത് ബ്രാഞ്ച് തലം ലോക്കൽ കമ്മിറ്റി വരെ തെരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്തട്ടെ. ഇവർ വിലയിരുത്തിയതിനു ശേഷം ഈ വിമർശനങ്ങളും ഒപ്പം തന്നെ ഇതിൽ പുതിയ ഏത് രീതിയിൽ മുന്നോട്ട് പോകും, എവിടെയാണ് തെറ്റ് തിരുത്തേണ്ടത്, തോൽവി വിലയിരുത്തുമ്പോൾ തിരുത്തലുകൾ വരുത്തി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് നേതൃതലത്തിലല്ല താഴെത്തട്ടിൽ നിന്ന് തന്നെ തിരുത്തലുകൾ വരട്ടെ, അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് തന്നെ നിർദ്ദേശങ്ങൾ വരട്ടെ എന്ന രീതിയിലായിരുന്നു അന്ന് സംസ്ഥാന നേതൃയോഗങ്ങൾ പിരിഞ്ഞത്.
അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഏരിയ തലം മുതൽ അല്ലെങ്കിൽ താഴെത്തട്ട് ലോക്കൽ കമ്മിറ്റിയിൽ ബ്രാഞ്ച് തലത്തിലും ഒക്കെ തന്നെ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കം വലിയ രീതിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് താഴെത്തട്ട് മുതൽ തന്നെയും ഉണ്ടായത്. എല്ലാ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ അതിരൂക്ഷ വിമർശനമാണ് നേതൃത്വം നേരിട്ടത്. അതിനുശേഷം മുഴുവൻ കമ്മിറ്റികൾക്കും ശേഷം ചേരുന്ന സംസ്ഥാന സമിതി യോഗമാണ് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് വന്ന വിമർശനങ്ങൾ അടക്കം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഓരോ അംഗങ്ങളും ഇത് സംസാരിക്കും. അപ്പോൾ സംസ്ഥാന ഏറ്റവും ഒടുവിൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദൻ മറുപടി പറയും. അന്ന് മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും മറുപടി പറയും. അപ്പോൾ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു അംഗങ്ങളൊക്കെ തന്നെ സംസാരിച്ചത്. MLA പദവി പോലും രാജിവെക്കണമെന്ന രീതിയിൽ സംസാരിച്ച ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. കണ്ണൂർ ഘടകം മുഴുവനായും പൂർണ്ണമായും പിരിച്ചുവിടണമെന്ന് സംസാരിച്ച കമ്മിറ്റികളോട് പൂർണ്ണമായും എം വി ഗോവിന്ദനാണ് ഏറ്റവും അധികം രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയത്. എം വി ഗോവിന്ദൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനം നേരിടും. അതിനപ്പുറത്തേക്ക് ഇതിന് മറുപടി പറയുമ്പോൾ എന്ത് വിശദീകരണമാകും എം വി ഗോവിന്ദനായാലും പിണറായി വിജയനായാലും നടത്തുക എന്നുള്ള ഏറ്റവും പ്രധാനം തന്നെയാണ്. എങ്ങനെ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. മാത്രമല്ല ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ മുഴുവൻ ചർച്ചകളും ക്രോഡീകരിച്ചുകൊണ്ട് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി 2 ദിവസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കും. കമ്മിറ്റി അത് അംഗീകരിക്കണം. അതിനുശേഷമായിരിക്കും ഏത് രീതിയിൽ തിരുത്തലുകൾ വരുത്തി എങ്ങനെ മുന്നോട്ട് പോകുന്ന അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ CPI-CPM-മായി നിലനിൽക്കുന്ന ഉപനേതൃസ്ഥാനം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതിൻ്റെ ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടാകും. അതിൽ കടുത്ത വലിയ രീതിയിലുള്ള പരിഹാസമായി മാറുന്നു, പൊതുമധ്യേ പരിഹാസമായി മാറുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. ഇനി എങ്ങനെ തിരുത്തലുകൾ വരുത്തുന്നു, മുന്നോട്ട് പോകുന്നു അടക്കം എങ്ങനെ താഴെത്തട്ടിൽ ഇറങ്ങി ചെന്ന് നഷ്ടപ്പെട്ടു പോയ പ്രീതി അതെങ്ങനെ വീണ്ടെടുക്കാമെന്ന് അടക്കമുള്ള വിഷയങ്ങളാകും 2 ദിവസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടാവുക. എന്തായാലും നേതൃത്വ നിലയിലെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രതിനിധികളും മുന്നോട്ട് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനൊക്കെ തന്നെയും എങ്ങനെ സംസ്ഥാന നേതൃത്വം മറുപടി പറയുമെന്നതാണ് ഏറ്റവും പ്രധാനമായ. തീർച്ചയായും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സമിതി യോഗം വിമർശനങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളും, ഏത് രീതിയിൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകും, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. അൺഫിലിറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത് ആശങ്കകൾക്കിടയാക്കുകയാണ്. കോഴിക്കോട് ഷിഗല്ല രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരി ഇന്നലെ മരണപ്പെട്ടിരുന്നു. രോഗം സ്ഥിരീകരിച്ച 2 കുട്ടികൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. രേഷ്മ ഒരിക്കൽ കൂടി ചേരുന്നു കോഴിക്കോട് നിന്നും. രേഷ്മ, ഇന്നലെയാണ് 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരണപ്പെട്ടത്. തീർച്ചും വലിയൊരു ആശങ്കയായി നിലനിൽക്കുകയാണ്. ഒപ്പം ഈ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 2 കുട്ടികളുണ്ടല്ലോ, അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? മറ്റാർക്കെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായുമായ ഇന്നലെയാണ് 4.5 വയസ്സുകാരി നിള, തലക്കുളത്തൂർ സ്വദേശിനിയായ 4.5 വയസ്സുകാരി നിളയാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചിരുന്നത്. കുട്ടിയെ ജൂൺ 2-നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് പരിശോധനകൾക്കൊടുവിൽ വെള്ളിയാഴ്ചയാണ് കുട്ടിക്ക് ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ശനിയാഴ്ച ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാവുകയും കുട്ടി മരണപ്പെടുകയുമായിരുന്നു. ഇതോടൊപ്പം തന്നെ സമാന ലക്ഷണങ്ങളുമായി 2 കുട്ടികൾ കൂടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ഇവർക്കും ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പുറമേരി സ്വദേശിയായ 10 വയസ്സുകാരനും പന്തിരങ്കാവ് സ്വദേശിയായ 2 വയസ്സുകാരിക്കുമാണ് ഷിഗല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രദേശങ്ങളിൽ നിള മരിച്ച ഈ തലക്കുളത്തൂർ പ്രദേശങ്ങളിൽ കുട്ടി അംഗനവാടിയിൽ പോയിരുന്ന കുട്ടിയാണ്. ഈ കുട്ടിക്ക് വെള്ളത്തിൽ നിന്നുൾപ്പെടെയാണോ രോഗം ബാധിച്ചതെന്നുള്ളത് പരിശോധിച്ച് വരികയാണെന്നാണ് ആരോഗ്യവകുപ്പിലെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈക്കോളി ബാക്ടീരിയയാണ് ഷിഗല്ലയ്ക്ക് കാരണമാകുന്നത്. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ശരീരത്തെ ബാധിക്കുകയും കുടലിനെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുകയും. ഈ കുട്ടിയെ വയറിളക്കത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. നേരത്തെ തന്നെ തൊട്ടടുത്തുള്ള പ്രാഥമിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കുട്ടിയെ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നെങ്കിലും രോഗം എന്തെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നതും പിന്നീട് രോഗം സ്ഥിരീകരിച്ചതിന് തൊട്ട് പിന്നാലെ മരണപ്പെടുകയും ഉണ്ടായത്. ഇതേ സമാന ലക്ഷണമുള്ള കുട്ടികൾ താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇവിടുത്തെ വെള്ളത്തിനുൾപ്പെടെ ഗുണനിലവാരം എന്താണെന്ന് ഉൾപ്പെടെയാണ് പരിശോധന നടത്തിവരുന്നത്. ഷിഗല്ല ഗുരുതരമായ രോഗം തന്നെയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് ബാധിച്ചാൽ മരണത്തിന് കാരണമാകുമെന്നാണ് നിലവിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ മഴ ശക്തമാകുമ്പോൾ ഷിഗല്ല കൂടാനുള്ള സാഹചര്യവും ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഉൾപ്പെടെ കുടിക്കാൻ കുട്ടികൾക്ക് നൽകാനും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മായ.
തീർച്ചയായും വലിയൊരു ആശങ്കയായി ഷിഗല്ല കോഴിക്കോട് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെയുണ്ട്. തിളപ്പിച്ചാറിയ, ഇപ്പോൾ രേഷ്മ പറഞ്ഞതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഉൾപ്പെടെയുള്ള കഴിക്കുക. ഒപ്പം പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം, കാരണം മഴക്കാലമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും കൂടി ആവശ്യമാണ്. എന്തായാലും രേഷ്മയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുകയാണ്. പ്രത്യേക പൂജകളും സത്സംഗവും ഉണ്ടാകും. ഇന്നും ഭക്തർക്ക് അമ്മയുടെ ദർശനമുണ്ടാകും. വിശിഷ്ട വ്യക്തികൾ അമ്മയെ ആദരിക്കാൻ ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തും. കെ പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ബ്രഹ്മസ്ഥാന മഹോത്സവം എങ്ങനെ പുരോഗമിക്കുന്നു? അമ്മയെ കാണാനും ഒരു നോക്ക് ദർശനം കാണാനുമായി നിരവധി പേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? ഗണപതി വന്നിരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു. ബ്രഹ്മസ്ഥാന മഹോത്സവം വാർഷികമാണ്. ആ വാർഷിക മഹോത്സവം അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടുകൂടി ഇപ്പോഴും തുടരുകയാണ്. ഇന്നും ഭക്തർക്ക്, മക്കൾക്ക് അമ്മയുടെ ദർശനമുണ്ടാവും. ഇന്ന് പുലർച്ചെ വരെ, അതായത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ, ഉച്ചയോടെ തുടങ്ങിയ ദർശനം ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നതാണ്. അത്രയധികം ഭക്തരാണ് ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ കൊച്ചിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നുള്ള മക്കൾ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ള, എറണാകുളത്തിന് പുറത്തുനിന്നുള്ള ജില്ലകളിൽ അപ്പുറത്തു നിന്നൊക്കെ നിരവധി ആളുകളാണ്, നിരവധി ഭക്തരാണ്, മക്കളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിന്റെ, ഉത്സവത്തിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ഭക്തരാണ്. കുരുന്നുകളുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ നിരവധിയായ ഭക്തരാണ് അമ്മയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാനും നേടാനുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നും തുടരുകയാണ്. ഇപ്പോഴും രാവിലെ ഇപ്പോൾ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. ഈ സമയത്തും ആയിരക്കണക്കിന് ഭക്തരാണ് ആ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മഠത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠർ തന്നെയാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ അമ്മ 11 മണിയോടുകൂടി അമ്മ വേദിയിലേക്ക് എത്തും. അതിനുശേഷം പ്രശസ്ത പ്രമുഖ വ്യക്തികളെല്ലാം തന്നെ അമ്മയെ ഹാരാർപ്പണം നടത്തും. ഒപ്പം തന്നെ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, സത്സംഗമുണ്ടാകും, ഭജനയുണ്ടാകും. അതിനുശേഷമാണ് അമ്മ മക്കൾക്ക് അന്നദാനവും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് അതിനുശേഷം പിന്നെ അമ്മ വീണ്ടും ഭക്തർക്ക് ദർശനം നൽകി തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇന്നലെ കണ്ടതൊക്കെ പോലെ തന്നെ എത്രയധികം ആളുകളാണ് വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അമ്മയെ കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമൊക്കെ തങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ അവരെയൊക്കെ അമ്മ തൻ്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ അകറ്റാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചുകൊണ്ട് അമ്മ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തുന്നവരെ സംബന്ധിച്ച് അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ കൃത്യമായി തന്നെ ആശ്രമത്തിന്റെ പുറത്തുനിന്ന് മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഭക്തർക്ക് അമ്മയെ കണ്ട് ദർശനം നടത്തി അനുഗ്രഹം വാങ്ങി മടങ്ങിപ്പോകാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നുകൂടി അമ്മ ആ ബ്രഹ്മസ്ഥാനത്ത്, ഇന്നുകൂടിയാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവമുണ്ട്. അതിനുശേഷമാണ് അമ്മ മടങ്ങുക. ഏതായാലും വലിയ ആഘോഷത്തിന്റെ നിറവിലാണ് ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മായ, ശരി. എന്തായാലും ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുകയാണ്. ഇപ്പോഴും പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട്. 11 മണിയോടുകൂടി അമ്മ വേദിയിലെത്തും. അമ്മയുടെ ദർശനവും ഉണ്ടാകും. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. 10,000-കണക്കിന് ഭക്തർ എത്തുന്ന ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണം ഉറപ്പാക്കണമെന്ന അമ്മയുടെ വാക്കുകൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുകയാണ് അന്നക്ഷേത്ര. ആഹാരം തയ്യാറാക്കുന്നത് ഒരു സാധാരണ ജോലിയല്ല, മറിച്ച് അതൊരു വലിയ ആത്മസമർപ്പണമായാണ് വിദേശികൾ ഉൾപ്പെടെയുള്ള അമ്മയുടെ മക്കൾ കാണുന്നത്. അത്യധികം ആനന്ദത്തോടെ ചെയ്യുന്ന ഒരു ആത്മസമർപ്പണം. ഞങ്ങൾ വെളുപ്പിന് 2:30-3 മണിയായപ്പോഴത്തേക്കും തുടങ്ങിയായിരുന്നു ഓരോരുത്തർ വന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 5 മണിയായി. 5 മണിക്ക് വന്നപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നമ്മൾ വന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇന്നലെ രാത്രി 2 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത്. 2 ദിവസങ്ങളിലായി എത്തുന്ന 10,000-കണക്കിന് ആളുകൾക്ക് പരാതിക്ക് ഇട നൽകാതെ ഭക്ഷണം ഒരുക്കൽ. അമ്മയുടെ നിർദ്ദേശം സേവനത്തിലുള്ള ഒരു അവസരമായാണ് ഇവർ കാണുന്നത്. വരുന്ന എല്ലാവരും ഇത് എൻ്റെ ആവശ്യമാണ്, ഇതിൽ എൻ്റെ ഒരു ഭാഗം ഉണ്ടാകണം, ഞാൻ അമ്മയുടെ ഈ കർമ്മത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ അമ്മ നമുക്ക് കനിഞ്ഞു തരുന്ന ഒരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അർച്ചന എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ സമർപ്പണത്തോടുള്ള സേവയാണ് ഏറ്റവും വലിയ അർച്ചന. ഇത് നമ്മളിപ്പോൾ ഒരു വേറൊരു സ്ഥലത്ത് ചെയ്യുമ്പോൾ അത് ജോലിയാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അർച്ചനയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു
സേവനം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അമ്മ ഒരുക്കി തരും. അമ്മ തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു അവസരം തന്നതിന് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം നമ്മുടെ കർമ്മപ്രാരാബ്ദം തീർക്കാനായിട്ട് അമ്മ നമുക്ക് ഒരുക്കി തന്നേക്കുന്ന ആ ഒരു സ്നേഹത്തോട് ഒരുക്കി തന്നേക്കുന്ന ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ജാതി മതഭേദമന്യേ ഒത്തുകൂടുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ഊർജം ഈ വാക്കുകളിലുണ്ട്. Oh, it's very nice to be able to help Amma serve at her program. Absolutely, this is an incredible opportunity. It feels so good to be able to feed everyone. ഈ കൂട്ടായ്മയും സമർപ്പണവും ഇവിടെ എത്തുന്ന എല്ലാവരിലും വലിയൊരു സന്തോഷവും ശാന്തതയും നിറയ്ക്കുന്നു. I feel very blessed to have the opportunity to cook food for all the devotees and very happy to be here. A lot of worship, a lot of devotion. It's a lot of bhakti and a lot of hard work. Seva is very good. സ്വയം മറന്ന് ലയിച്ചാണ് ഈ സേവനത്തിൽ ഇവർ ഏർപ്പെടുന്നത്. കലവറയിൽ എപ്പോഴും ഭജനയുടെയും നാമജപത്തിൻ്റെയും ഈണം നിറഞ്ഞു നിൽക്കുന്നു. അമ്മ നൽകിയ ഒരു വലിയ അനുഗ്രഹമായി രുചിയുടെ അമൃത ഭോജനം. അമൃത ന്യൂസ്, കൊച്ചി. അമ്മയെ കാണാൻ കഴിഞ്ഞതും അനുഗ്രഹം ലഭിച്ചതും വലിയ ഭാഗ്യമാണെന്ന് സംവിധായകൻ വിജി തമ്പി. കൊച്ചി ബ്രഹ്മസ്ഥാനത്തെത്തി അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മയെ ഞാൻ എല്ലാ മാസവും കാണാറുണ്ട്, മിക്കവാറും പള്ളിക്കാവിലോ ഒക്കെയാണ് കാണുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു യാത്രകൾ കുറച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും ഇപ്പം കൊച്ചി വന്നിട്ടുണ്ടാവുക. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്നു, അന്ന് അമ്മയെ കാണാൻ പറ്റിയില്ല. ആ സമയത്ത് കുംഭമേളയ്ക്ക് പോയിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. കാര്യം ഇന്നിപ്പോൾ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മഴ വരെ മാറി നിൽക്കുകയാണ്. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. എന്തായാലും അമ്മയുടെ ദർശന സൗഭാഗ്യം കൊച്ചിക്കാർക്ക് കിട്ടട്ടെ. എല്ലാം കൊണ്ടും നല്ല ഒരു അവസരമായി തീരട്ടെ. വീണ്ടും അമ്മയെ കണ്ടു, അമ്മയെ അനുഗ്രഹമാക്കിയാൻ കഴിഞ്ഞു. അതൊന്ന് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഓം അമൃതേശ്വരിയേ നമഃ. അമ്മയുമായുള്ളത് ഹൃദ്യമായ ബന്ധമെന്ന് ഹൈബി ഈഡൻ MP. രാഷ്ട്രീയ പാർട്ടികൾക്കോ ജനപ്രതിനിധികൾക്കോ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നിരാലംബരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് അമ്മയെന്നും അദ്ദേഹം പറഞ്ഞു. സംബന്ധിച്ച് ഏറെ ഹൃദ്യമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഒരുപക്ഷെ അമ്മ നടത്തുന്ന ഇടപെടലുകൾ അത് വലിയ പബ്ലിക്കായി വലിയ പരസ്യം ചെയ്ത് നടത്തുന്ന ഇവന്റുകളല്ല, അല്ലെങ്കിൽ ഇടപെടലുകളല്ല. അമ്മയെ കാണാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ചലച്ചിത്ര താരം ടിനി ടോം. നിരവധിയായ ജനങ്ങൾക്ക് അമ്മയുടെ ദർശനം കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. അത് അടുത്തറിയാൻ കൂടിയാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ എനർജി, ആ ഓറ എന്താണെന്ന് മനസ്സിലാവണം. ഇപ്പം ഇത്രയും ജനങ്ങൾ വരുന്നത് ഒരുപാട് വേദനകളിലൂടെയും സങ്കടത്തിലൂടെയൊക്കെ അപ്പോൾ ആയിരിക്കും അവിടെ സമാധാനം ലഭിക്കുന്നു. അപ്പോൾ അതെന്താണെന്നറിയാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ വലിയ സന്തോഷം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ലോക ജനത സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നത് അറിയാൻ കഴിഞ്ഞു എന്ന് ചലച്ചിത്ര താരം കൈലാഷ്. ആദ്യമായിട്ടാണ് അമ്മയെ കാണുന്നതെന്നും അത് വലിയ അനുഗ്രഹമായെന്നും കൈലാഷ് പറഞ്ഞു. അമ്മയെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അമ്മയുടെ ഒരുപക്ഷെ ഏറ്റവും സാന്നിധ്യം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർ വളരെ സമാധാനവും എന്താ പറയുക ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന അമ്മയുടെ ഒരു സാന്നിധ്യം, ചൈതന്യം അത് നേരിട്ട് അറിയാൻ പറ്റിയത് വലിയ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് അമ്മയ്ക്കൊപ്പം അമ്മയുടെ ദീർഘവീക്ഷണത്തിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ, തീർച്ചയായിട്ടും എൻ്റെ ഫാദർ ഉൾപ്പെടെയുള്ള എനിക്ക് വളരെ വേണ്ടപ്പെട്ട പലർക്കും കൃത്യമായ സമയങ്ങളിൽ വലിയ ആരോഗ്യ പരിരക്ഷ നൽകാൻ തീർച്ചയായിട്ടും അമൃതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമൃത ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും സമാധാനമായിരിക്കാൻ അമ്മയുടെ ചൈതന്യത്താൽ സമാധാനമായിരിക്കാൻ കഴിയട്ടെ. ലോക പരിസ്ഥിതി ദിനത്തിൽ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടനയായ അയുധ് ബി ഫ്ലോറ പ്ലാന്റിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. കോയമ്പത്തൂർ, കല്ലപ്പട്ടി, നല്ലമ്പാളയം അമൃത വിദ്യാലയങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെയും പരിസ്ഥിതി പരിപാലനത്തിന്റെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു പരിപാടികൾ. തദ്ദേശീയ സസ്യവർഗ്ഗങ്ങളുടെ പ്രാധാന്യം, സുസ്ഥിര പരിസ്ഥിതി സംരക്ഷണ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടന്നു. 2 അമൃത വിദ്യാലയങ്ങളിലുമായി 1100-ലേറെ വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടി പ്രകൃതി സംരക്ഷണത്തിന് മാതൃകയായി. തേനീച്ച ഉൾപ്പെടെയുള്ള പരാഗണ ജീവികൾക്കായി പൂച്ചെടി തൈകളും നട്ടു. അത്തി, മരക്കൊന്ന
ഇന്ത്യൻ കോറൽ ട്രീ എന്നിവ ഉൾപ്പെടെ തദ്ദേശീയ വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ഭക്ഷ്യസുരക്ഷയും നിലനിർത്തുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ബി ഫ്ലോറ പദ്ധതി. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ കണ്ടൽക്കാടുകൾ പരിസ്ഥിതിയുടെ കാവലാളായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ 20 കണ്ടലുകളിൽ 8 എണ്ണമുള്ളത് കോഴിക്കോട് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലാണ്. ഇവിടെ കണ്ടൽക്കാടുകൾ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് അയ്യപ്പൻ എന്ന മുൻ വനം വകുപ്പ് ജീവനക്കാരനാണ്. കേരളത്തിലെ ഏറ്റവും മനോഹരവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ കണ്ടൽക്കാടുകളിലൊന്നാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലേത്. റിസർവിലെ 153ഓളം ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽക്കാടുകൾ ഈ നാടിന്റെ ജീവന്റെ തുടിപ്പായി പടർന്നു പന്തലിച്ചതിന് പിന്നിൽ വനം വകുപ്പിന്റെ ഊർജിതമായ പ്രവർത്തനമുണ്ട്. അതിന് വിത്തുപാകിയവരിൽ ഒരാളാണ് വനം വകുപ്പിൽ ഗാർഡായിരുന്ന കോട്ടയിൽ അയ്യപ്പൻ. കാടായി കണ്ട് വെട്ടിത്തെളിക്കപ്പെട്ട കണ്ടൽക്കാടുകളെ പരിസ്ഥിതിയുടെ കാവലാളായി നട്ടുവളർത്താനുള്ള ദൗത്യം അയ്യപ്പനും സംഘവും ഏറ്റെടുക്കുകയായിരുന്നു. കണ്ണൂരിൽ നിന്നെത്തിച്ച നട്ട പ്രാന്തൻ കണ്ടലാണ് ഇന്ന് കടലുണ്ടിയുടെ ഏറ്റവും മനോഹരമായവ. ഈ കണ്ടല് ഈ റെയിൽവേ പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ആദ്യം തന്നെ നട്ട്. 2-3 പ്രാവശ്യം നട്ടിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പാലത്തിൻ്റെ കിഴക്ക് വശത്ത് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ കാണുന്ന കണ്ടലൊക്കെ പ്ലാന്റ് ചെയ്ത്. അത് ഇവിടെ ഇല്ലാത്ത സാധനമാണ്, കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്തതാണ്. 1997 ഈ കണ്ടൽ ആദ്യമായിട്ട് പ്ലാന്റ് ചെയ്യുന്നത്. കുറ്റിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, വലിയ ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി, പൂക്കണ്ടൽ എന്നിവയാണ് കടലുണ്ടി റിസർവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇവ കാണാനും പഠിക്കാനും വിനോദസഞ്ചാരികളും ഗവേഷണ വിദ്യാർത്ഥികളും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ അവരുടെ PhD വർക്ക് അതുപോലെയുള്ള MPhil ഒക്കെ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റെഡി ടു റെഫറൻസ് ആണ് ശരിക്കും കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. പുഴയും കടലും ചേരുന്ന ഭാഗത്തെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഈ കണ്ടൽക്കാടുകൾ തീരദേശത്തെ മണ്ണൊലിപ്പിൽ നിന്നും കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇവിടെ എത്തുന്ന 100-ലധികം ഇനം ദേശാടന പക്ഷികൾക്ക് കൂടുകൂട്ടാനും വിശ്രമിക്കാനും ഈ കാടുകൾ സുരക്ഷിതമായ ഒരിടമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പച്ചപ്പിന്റെ കഥ ലോകപ്രശസ്തമാണ്. കണ്ടൽക്കാടുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് വെച്ചുപിടിപ്പിച്ചതിനു പിന്നിൽ അയ്യപ്പൻ ചേട്ടനെ പോലെ നിരവധി പേരുടെ ഭഗീരഥ പ്രയത്നം തന്നെയുണ്ട്. വരും തലമുറ ഇത് കാത്തു സംരക്ഷിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. പീരുമേട് തേയിലത്തോട്ടം പ്രതിസന്ധിക്ക് പുതിയ സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പീരുമേട് ടീ കമ്പനി ഉൾപ്പെടെ 15ഓളം തോട്ടങ്ങളാണ് പീരുമേട്ടിൽ 2 പതിറ്റാണ്ടായി പൂട്ടിക്കിടക്കുന്നത്. 2000 ഡിസംബറിലാണ് പീരുമേട് തേയിലത്തോട്ടം പ്രതിസന്ധി തുടങ്ങിയത്. പീരുമേട് ടീ കമ്പനിയുടെ ലോണ്ടറി, ചീന്തലാർ ഡിവിഷനുകൾ ഉടമ ഉപേക്ഷിച്ചുപോയി. തുടർന്ന് 2 വർഷത്തിനുള്ളിൽ 20ഓളം തോട്ടങ്ങൾ അടച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായി. തൊഴിലാളി സംഘടനകൾ വീതം വെച്ച് നൽകിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്തെടുത്തു വിറ്റാണ് തൊഴിലാളികൾ പിന്നീട് ഉപജീവനമാർഗം കണ്ടെത്തിയത്. തോട്ടങ്ങൾ പൂട്ടിയതോടെ മാറി മാറി ഭരിച്ച സർക്കാരുകളും തൊഴിലാളികളെ കൈവിട്ടു. അറ്റകുറ്റപ്പണികൾ നടത്താതെ ലയങ്ങൾ തകർന്നു. ശമ്പളവും ബോണസും മറ്റാനുകൂല്യങ്ങളും കിട്ടാതെ വന്നതോടെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായി. തോട്ടങ്ങൾ തുറക്കാൻ തൊഴിലാളി സംഘടനകൾ നടത്തിയ ഇടപെടലുകളും ഫലം കണ്ടില്ല. അടിയന്തരമായി ഈ തോട്ടം വ്യവസായം പൂർണ്ണമായും നിലച്ചു പോകുന്നതിന് മുമ്പ് തന്നെ പുതിയ സർക്കാർ ഇടപെടുകയും പുതിയ സർക്കാർ ഇടപെട്ട് ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുകയും ഈ ദയനീയമായ ലയങ്ങളാണുള്ളത്, ആ ലയങ്ങളുടെ പണി, അത് നിലവിലുള്ള ലയങ്ങൾ പൊളിച്ചു പണിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ തൊഴിലാളികൾ പ്രതീക്ഷയിലാണ്. തോട്ടങ്ങൾ തുറക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് ജലരേഖയായി മാറരുതെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ഫൈനൽ ഇന്ന്. ജർമ്മൻ 2ാം സീഡ് അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ 14ാം സീഡ് ഫ്ലാവിയോ കുംബോളിയും ഏറ്റുമുട്ടും. സെമിയിൽ ചെക്ക് താരം യാക്കൂബ് മെൻസിക്കിനെ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ കരിയറിലെ 4ാമത്തെ ഫൈനലിലെത്തിയത്. 104ാം സീഡ് മാറ്റിയോ അർണാൾഡി സെമിക്ക് മുൻപ് അസുഖബാധിതനായി പിന്മാറിയതോടെയാണ് ഫ്ലാവിയോ കുംബോളിക്ക് ഫൈനലിലേക്കുള്ള വാതിൽ തുറന്നത്.
ഫുട്ബോൾ ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ബ്രസീലിന് ജയം. 1-2 ഗോളുകൾക്കാണ് ഈജിപ്തിനെ തോൽപ്പിച്ചത്. മത്സരം തുടങ്ങിയ 7-ാം മിനിറ്റിൽ മധ്യനിര താരം ബ്രൂണോ ഗിമാരസ് ബ്രസീലിനായി ആദ്യ ഗോൾ നേടി. 11-ാം മിനിറ്റിൽ മോസ്തഫ സിക്കോയിലൂടെ ഈജിപ്തിന്റെ മറുപടി ഗോൾ. ആവേശകരമായി പുരോഗമിച്ച മത്സരത്തിൽ 52-ാം മിനിറ്റിൽ യുവതാരം എൻഡ്രിക് ബ്രസീലിന്റെ വിജയ ഗോൾ നേടി. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.